ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ഞാനിവിടെ അബ്ദുവിൻ്റെ വീട്ടിൽ വന്നതാണ്. ചുമ്മാ സൺഡേ ഒക്കെ ആയപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് കയറിയിട്ടുള്ളൂ, എങ്ങോട്ടെങ്കിലൊക്കെ പോകണം, അതാണ് എൻ്റെ പ്ലാന്. പിന്നെ ഇന്ന് ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു കേക്കെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് പോണതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യണം. ഇങ്ങനത്തെ ചില്ലറ അല്ലര പരിപാടി, പിന്നെ ഫുള്ള് കറക്കം പിടുത്തം, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, ഞങ്ങൾ നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം പള്ളിയിൽ പോയിട്ട് തന്നെ തുടങ്ങാം. റമളാൻ മാസം ആയതുകൊണ്ട് പിന്നെ ഇനി നല്ലത് എഴുതിയില്ലെന്നുള്ളൊരിത് കണ്ടല്ലോ അല്ലേ. ഹയർ എന്തായാലും പള്ളിയിൽ പോയിട്ട് വരാം. അങ്ങനെ നിസ്കാര പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി കഴിച്ചു. പള്ളിയിൽ അവിടെ തറാവി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, പക്ഷെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. വന്ന് നമ്മളങ്ങനെ വള്ളിക്കുന്ന് എത്തി കഴിച്ചു. ഇനി വള്ളിക്കുന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ വള്ളിക്കുന്ന് എത്തിയപ്പോൾ അബ്ദുവിന് ATM ക്യാഷ് എടുക്കണം എന്ന് പറഞ്ഞു. സോ നമുക്കത് എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ വള്ളിക്കുന്ന് പോയാൽ നമ്മൾ തിരിച്ച് റേസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടക്കാടൊക്കെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഒരുത്തനെ വിളിച്ച് വെറുപ്പിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, എങ്ങനെ റേസ് കടന്നു വന്നിരിക്കുകയാണ്. എങ്ങട്ടാ പോണ? എന്താ മൈൻഡ്? എന്താ പാട്? സുഖം ഗൈസ്. വന്ന് ലാസ്റ്റ് അബ്ദുവിന് പറ്റിയൊരു ATM കിട്ടി ഗൈസ്. എടച്ചന്ദ്ര ചില്ലുമിൽ ഒട്ടി പിടിച്ചാ യശോല് ക്യാഷ് എടുത്തിട്ട് വരട്ടെ, എന്നിട്ടാണ് നമുക്ക് എന്തേ പോയി കഴിക്കാൻ. പിന്നെ കേക്ക് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞില്ല, അത് ചെറുതായിട്ടൊന്ന് മൂഞ്ചി. കാരണം ഞാൻ കേക്ക് ഓർഡർ ചെയ്യണ കട പോയപ്പോൾ അത് അടച്ചു. അപ്പം ഇനി നമുക്ക് നാളെ ഈവനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി ഓർഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ നോമ്പർ നേരെ ഇറങ്ങിയാൽ മതി. എന്നിട്ട് പോയാണ്ട് വാങ്ങാൻ നേരെ സർപ്രൈസ് ആയിട്ട് കയറുക, അതാണ് പ്ലാൻ ഗൈസ്. ശബ്ദം ATM കയറിയ റെഡി ആയില്ല. അപ്പോൾ മൊബൈലിൻ്റെ ചാർജർ കേബിൾ വാങ്ങാൻ വണ്ടി വന്നാണ്. കടയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പക്ഷേ ഒരു വാങ്ങിയിട്ട് വരട്ടെ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഉപ്പിലിട്ടത് അന്വേഷിച്ച് ഇറങ്ങിയതാണ്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ തപ്പി കുറേ നേരമായി തപ്പണം, പക്ഷേ നമുക്ക് പറ്റിയ സാധനം കിട്ടിയില്ല. പറ്റിയ സാധനം എന്നല്ല, സാധനം കിട്ടിയിട്ടില്ല. ഒരു 50 രൂപക്ക് ലാവിഷായിട്ട് പെട്രോൾ അടിച്ച് അല്ലേ അബ്ദുൻ്റെ ഒക്കെ. അല്ല, അടച്ചില്ല എന്നുണ്ടെങ്കിൽ അടിച്ച മുഴുവൻ ആവിയായി പോകും. വന്ന കാര്യങ്ങളിൽ ആകെ ഒരു കേബിൾ മാത്രം കിട്ടിയില്ലടാ, വേറെ ഒരു പരിപാടി കിട്ടിയില്ല. ഹയർ ഒരു ATM ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു വിധായി. 2 മണ്ടന്മാർ പൈസ ഒക്കെ കൊണ്ടിരിക്കുന്നു. കിട്ടിയിട്ട് വേണം ആൾക്കാർക്ക്. പിന്നെ എന്തോ ആവുമല്ലോ, നമ്മളെ പോലത്തെ പാവങ്ങൾ ഇവിടെ വ്ളോഗ് എടുത്ത് നടക്കും. പൈസ ഇല്ലാതെ വെറുതെ നോക്കി വെക്കില്ല, രസാവൂലേ? പൈസ ഇല്ലാതെ ഓ കൊറേ എണ്ണുണ്ടല്ലോ. എത്ര ഉണ്ട് ഗൈസ്? ഓ കാണട്ടെ. 2,500 വേണ്ടിട്ട് 2,500 വേണ്ടിട്ടാണ് ഇത്രയും തോന്നി. ഉപ്പിലിട്ട് തപ്പി ലാസ്റ്റ് ഗ്രീൻ പീസ് കഴിക്കാൻ വരേണ്ടിയിരുന്നു. സീക്കണ്ണ കടയിൽ നിന്നാണ് നമ്മൾ ഗ്രീൻ പീസ് ഓർഡർ ചെയ്തത്. ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സാധനം എത്തിയിരിക്കുകയാണ്. റൈസ് റിവ്യൂ കൊള്ളാം. കഴിക്കട്ടെ, സെറ്റാക്കട്ടെ. ഗൈസ് അങ്ങനെ റൈസ് ഒരു ബൈ ഗൈസ്. റൈസിനെ വിട്ടിട്ട് നമ്മൾ നേരെ അബ്ദുവിനെ ഇറക്കിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.